നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാരുടെ പ്രതികരണം പുറത്തുവരികയാണ്. തന്ത്രിയായാലും മന്ത്രിയായാലും അയ്യപ്പന്റെ മുതൽ അടിച്ചുമാറ്റിയ എല്ലാവരും കുടുങ്ങണം, പോലീസിന്റെ പിടിയിലാകണമെന്ന് പറയുന്ന ചിലരുണ്ട്. എന്നാൽ തന്ത്രിയെ മറയാക്കിക്കൊണ്ട് മറ്റ് ചില യഥാർത്ഥ കള്ളന്മാർ ഒളിക്കുകയാണെങ്കിൽ അത് വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇനി ആര് തന്നെ ആയാലും ഞങ്ങളുടെ അയ്യന്റെ മുതൽ എടുത്തെടുത്തതിനെ തിരിച്ചു കൊണ്ടുവയ്ക്കുക, അവർക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കുക എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെയുള്ള രൂക്ഷമായ പ്രതികരണങ്ങൾ വരികയാണ്. അയ്യപ്പന്മാരുടെ ചില പ്രതികരണങ്ങൾ കേൾക്കാം. അതെ, ഈ വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന സമയത്ത് എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്തായാലും തെളിഞ്ഞു വരേണ്ടത് തന്നെയാണ്. അന്വേഷണം തൃപ്തികരം തന്നെയാണ്. തെറ്റാര് ചെയ്തിന് അത് അനുഭവിച്ചോളൂ. വേറെ അതിനെ കുറിച്ച് വേറെ സംസാരമൊന്നും പറയാനില്ല. അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെ എന്തായാലും അതിൽ കൊണ്ടുവരണം തന്നെ പറയുന്നു. അയാളെ ബഹുമാനം തന്നെയാണ് അയാൾ ഈടെ എത്തിച്ചത്. കാരണം അയാൾ തുറന്നു കൊടുത്തത് കൊണ്ടാണ് അത് അവിടുന്ന് നഷ്ടപ്പെടുന്നത്. അതെല്ലാവർക്കും ഇപ്പം ബോധ്യമായിട്ടുണ്ട്. അയാളാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അനുഭവിച്ചാൽ മതിയാവും. മന്ത്രിയായാലും തന്ത്രിയായാലും വിശ്വാസത്തിന് കോട്ടം വരില്ല. ആര് കട്ടാലും, മന്ത്രി കട്ടാലും തന്ത്രി കട്ടാലും അയ്യപ്പൻ എന്നുള്ള വിശ്വാസം സാധാരണക്കാരനെ നഷ്ടപ്പെടൂല. ഈ പിടിച്ച വാർത്ത മലകയറുമ്പോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രാഷ്ട്രീയത്തിൽ ഉന്നത നേതാക്കളാണ് ഇതിന്റെ പിറകിൽ എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ കട്ടത് മന്ത്രിയായാലും വേണ്ടിയില്ല തന്ത്രിയായാലും വേണ്ടിയില്ല, അറസ്റ്റ് ചെയ്യണം, അതിനുള്ളത് അനുഭവിക്കും വേണം. വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഞെട്ടലാണ്. കാരണം കേരളത്തിലെ അത്രയും വലിയൊരു ക്ഷേത്രമാണിത്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ക്ഷേത്രമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിൽ ഇത്ര വലിയൊരു കൊള്ള നടന്നിട്ടുണ്ടെന്ന് പറയുന്നത് അത് കേരളത്തിന് മൊത്തം അപമാനമാണ്. നമുക്ക് പറയുന്നത് കട്ടത് ആരായാലും അവരെ വെളിയത്ത് കൊണ്ടുവരാൻ തന്നെ വേണം. ദൈവത്തിന്റെ മുതലാണ് വിശ്വസിച്ച് കോടികൾ ജനങ്ങൾ വന്ന് കയറുന്നതാണ്. അപ്പൊ അതിന്റെ അതിൽ അയാൾ എന്ത് ചെയ്യാനും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കാൻ വേണമായിരിക്കും.